നമസ്തേ. ഞാൻ ഡോക്ടർ രഘു, ആരോഗ്യഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ. എല്ലാവരുടെയും ശ്രദ്ധയും ആകാംക്ഷയും ഒക്കെ ഇപ്പോൾ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളിലാണ്. HMPV കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും രോഗലക്ഷണങ്ങളും അവയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഞാൻ ചെറിയ രീതിയിൽ പ്രതിപാദിക്കാം. HMPV എന്നത് ന്യൂമോവരിഡെ കുടുംബത്തിലെ ഒരു നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ്. 2001 ഇതിനെ ആദ്യമായി വേർതിരിച്ചെടുത്തത്. ഇതുവരെ 6 കേസുകളാണ് ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ HMPV വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തിലില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ബംഗളൂരുവിൽ 2, ചെന്നൈയിൽ 2, അഹമ്മദാബാദിലും കൊൽക്കത്തയിലും 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ അസുഖം മാറി ഹോസ്പിറ്റൽ വിടുകയും ചെയ്തു. HMPV ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ, 5 വയസ്സിൽ താഴെയുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങൾ, 65 മുകളിൽ പ്രായമുള്ളവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ, കിടപ്പ് രോഗികൾ, ശ്വാസകോശ സംബന്ധമായ മറ്റു രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രോഗബാധ വരാതിരിക്കാൻ മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം. രോഗികളിൽ നിന്നും അകലം പാലിക്കുകയും വേണം. രോഗങ്ങൾ ഉള്ള സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടരുത്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ വേഗം തന്നെ ചികിത്സ തേടണം. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ മാസ്ക് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. കൈകളുടെ ശുചിത്വം പ്രധാനമാണ്. അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുവാല ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കണം. മുറികളിൽ ശരിയായ വായുസഞ്ചാരം ഉണ്ടാകണം. ഇത് വൈറസിൻ്റെ വ്യാപനത്തിനെ കുറയ്ക്കും. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ, പ്രമേഹം, രക്തസമ്മർദ്ദം ഉൾപ്പെടെ മറ്റ് രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. രോഗലക്ഷണങ്ങൾ വളരെ സാധാരണയായി കാണപ്പെടുന്നതാണ്. അതായത് ജലദോഷം, അഥവാ കോമൺ കോൾഡ്, പനി, ചുമ, ബ്രോങ്കൈറ്റിസ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നിവയാണ് സാധാരണയായിട്ടുണ്ടാകുക. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാറുള്ളത് ബ്രോങ്കോലൈറ്റിസ് ആണ്, ന്യൂമോണിയ ആണ്, അതുപോലെ COPD ആണ്. ഈ അസുഖങ്ങൾക്ക് ഇവ കാരണമാകുന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫെക്ഷനാണ് എന്ന് പറയുവാൻ കാരണം. നമസ്തേ.